ഹലോ വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇന്ന് വളരെ ഹാപ്പി ആയിട്ട് അങ്ങോട്ട് മുന്നിലിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ആക്സിഡൻ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റാണ് ഒരു ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ആയിരുന്നു ലാസ്റ്റ് റിവ്യൂ. ഓക്കെ ആയി, കാലിൻ്റെ കാര്യമൊക്കെ ഓക്കെ ആയി, എല്ലാം മാറ്റി. ഇപ്പോൾ വാക്കറില്ലാതെയും നടക്കാവുന്ന അവസ്ഥയിലാണ് ഞാൻ മെല്ലെ മെല്ലെ പിച്ച വെച്ച് തുടങ്ങിയെന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് വീഡിയോ തന്നെ വളരെ സന്തോഷം തരുന്നൊരു വീഡിയോ ആണ്. ഞാൻ ബൊഗൈൻവില്ലയിലേക്ക് ഫസ്റ്റാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആദ്യമായിട്ട് എനിക്കുണ്ടായ ബൊഗൈൻവില്ല പൂക്കൾ എൻ്റെ പുറകിൽ കാണുന്നത്. കണ്ടതിന് മനസ്സിലായി, ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ അടിപൊളിയായിട്ട് കുറേ ബൊഗൈൻവില്ല ഉണ്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ തന്നെ ആദ്യം നിങ്ങളെ കാണിക്കാൻ പറ്റില്ല, വളരെ ഹാപ്പിയാണ് ഞാൻ. ശരിക്കും പറഞ്ഞാൽ ഈ ബൊഗൈൻവില്ല ഞാൻ പലയിടത്തുനിന്നായിട്ട് പല സമയത്ത് വാങ്ങിയതാണെങ്കിൽ നാടനും ഹൈബ്രിഡും കുറേ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അത് വാങ്ങിയ സമയത്തെ കുറേ വീഡിയോസ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു ഇതിൻ്റെ പ്രൂണിങ്ങും പോട്ടിങ്ങും ഒക്കെ കാണിച്ചിട്ട്. അപ്പോൾ ആ വീഡിയോയ്ക്ക് ശേഷം ഞാൻ പറഞ്ഞിരുന്നു വലിയൊരു വീഡിയോ ആയിട്ട് ഇത് പൂക്കുന്നവരെല്ലാം കാണിക്കാമെന്ന്. അപ്പോൾ എന്തായാലും ആ പോട്ടിങ്ങിന് ശേഷം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ ചെയ്തപ്പോൾ ഇടയ്ക്ക് വെച്ച് ബ്രേക്കായി. കാരണം 2 മാസമായിട്ട് ഞാൻ കിടപ്പിലാണ്. അപ്പോൾ ഫൈനൽ പരിപാടിയൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഞാൻ ചെയ്ത കുറേ പരിപാടികളുണ്ട്, അത്രയും കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ബൊഗൈൻവില്ല ചെടികളുമായിട്ടാണ്. കണ്ടല്ലോ, അങ്ങേറ്റം മുതൽ ഇങ്ങനത്തെ വരെ നോക്കിയാൽ 28 ബൊഗൈൻവില്ല ചെടികൾ ഇവിടെ ഉണ്ട്. ഈ ബൊഗൈൻവില്ല ചെടികൾ വാങ്ങിയ മുതൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഇത് വാങ്ങിയ സമയത്തുള്ള വീഡിയോകളും പിന്നെ ഇപ്പോൾ ലാസ്റ്റ് എൻ്റെ പ്രൂണിങ്ങും റിപ്പോർട്ടിങ്ങും ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. എന്തായാലും നമ്മൾ പ്രൂണിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 മാസമായി. കറക്റ്റ് 1 മാസം കഴിഞ്ഞിട്ട് വളങ്ങൾ എന്തെങ്കിലും കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ പ്രൂണിങ് കഴിഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്ത സമയത്ത് ഞാൻ കുറച്ച് വളങ്ങൾ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്, ഒരു മിക്സൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും കൊടുത്തിരിക്കാം. അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കണ്ടാൽ യൂസ്ഫുൾ ആയിരിക്കും. അതല്ല എങ്കിൽ ഇതിന് ശേഷമായാലും കണ്ടു നോക്കൂട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ നോക്കിക്കോ, ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. കറക്റ്റ് 1 മാസം ആകുമ്പോൾ എല്ലാത്തിലും അത്യാവശ്യം നല്ല ബ്രാഞ്ചസ് ഒക്കെ വന്ന് നല്ല ഹെൽത്തി ആയിട്ടിരിപ്പുണ്ട്. വേറൊന്ന് പറയാനുള്ളത്, ഞാൻ ഇത്രയും ദിവസം ഇതിനെ വെയിലത്തേക്ക് മാറ്റി വെച്ചിട്ടില്ല. ഒന്നാമത് ഇത്തിരി വെയിൽ കിട്ടുന്ന സ്ഥലത്തൊക്കെ അങ്ങോട്ട് നോക്കിക്കേ, അതിൻ്റെ അടിയിനെയും ചെടികൾ നിറഞ്ഞിരിക്കുകയാണ് പൂ വന്നിട്ട്. അപ്പോൾ അവരെ എങ്ങോട്ടും മാറ്റി വയ്ക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ ഇവരെ ഞാനിപ്പോൾ വെയിലത്തോട്ട് മാറ്റി വയ്ക്കേണ്ട പരിപാടിയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇനിയുള്ള കെയർ. നമ്മൾ പ്രൂണിങ് കഴിഞ്ഞപ്പോൾ 1 മാസമായി എന്ന് പറഞ്ഞല്ലോ. ഇതുമുതൽ ഇതിൽ ഫ്ലവറിങ് വരെ കൊടുക്കാൻ പോകുന്ന മൊത്തം കെയർ ഒരു വീഡിയോ ആയിട്ട് കാണിക്കാനുള്ള പരിപാടിയാണ്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണും കേട്ടോ. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഇത് വളരെ ഷോർട്ടാക്കിയിട്ട് ഒരു ബോൺസായി ടൈപ്പിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമത്തിലാണ് ഞാനൊന്ന്. അപ്പം അതിന് വിപരീതമായിട്ട് കുറേ ബ്രാഞ്ചസ് ഒക്കെ കണ്ടല്ലോ, അങ്ങോട്ട് പൊങ്ങി പോകുന്നു. ഇവിടെ കണ്ടോ കുറേ ബ്രാഞ്ച്. കുറച്ചെണ്ണത്തിൽ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഷോർട്ടായിട്ടാണ് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ നല്ല ഷോർട്ടായിട്ടാണ് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ നല്ല ഷോർട്ടാണ്, നമ്മുടെ റൂബി റെഡ് അത്. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സോഫ്റ്റ് പ്രൂണിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഈ ഇളം തണ്ടുകളെ നമുക്ക് ലൈറ്റായിട്ടൊന്ന് പ്രൂൺ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഷേപ്പിൽ ഷോർട്ടാക്കി നിർത്തേണ്ട പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വളരെ നീളമുള്ള ഈ ബ്രാഞ്ചസ് നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് ഏകദേശം ഈ ഒരു ലെവലിലാണ് ബാക്കിയുള്ള നിൽക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ പോകണം കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഈ ലീഫ് നോഡിൻ്റെ മേളിൽ വെച്ച് കട്ട് ചെയ്യുക കേട്ടോ. അതിന് ആ ഷേപ്പിലാക്കി. അതുപോലെ ഇതിനെയും നമുക്കൊന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലാം ലീഫ് നോഡ് നോക്കിയിട്ട് ചെയ്യുക, എങ്കിലേ ബ്രാഞ്ചസ് വരുള്ളൂ സൈഡിൽ നിന്ന് കേട്ടോ. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഈ ബൊഗൈൻവില്ല രംഗത്തേക്ക് ഞാൻ ആദ്യമാണ്. എന്തായാലും നിങ്ങളെ ഞാൻ റിസൾട്ട് ഉൾപ്പെടെ ഈ വീഡിയോ കാണിക്കുകയുള്ളൂ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അത് ബാക്കിയുള്ളവർക്ക് യൂസ്ഫുൾ ആവും. അതുകൊണ്ടാണ് ഇവിടെ ഒരു കെട്ട്, ഇവിടെ 1 2 ഇത്രയും മനോഹരമായ ബ്രാഞ്ചസ് കട്ട് ചെയ്യുമ്പോൾ എനിക്കൊരു വിഷമമുണ്ട് കേട്ടോ. എല്ലാം നല്ലതിന് വേണ്ടി. ഇവിടെ കണ്ടോർണം. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാക്കി വരുന്ന ബ്രാഞ്ചസിനെ വരുന്ന വർക്ക് ഞാൻ കട്ടിയെടുക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ എന്തായാലും നമ്മൾ രാസവളങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ 1 മാസം കഴിഞ്ഞ് എന്തെങ്കിലും രാസവളങ്ങൾ കൊടുത്താൽ മതിയെന്ന്. പിന്നെ അതിൽ ഫസ്റ്റ് ഒരു രാസവളം അപ്ലൈ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ NPK ആണ്. NPK എന്ന് നമുക്കറിയാം ഗ്രോത്ത് മിക്സാണ്. നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും ചെടികൾ നന്നായിട്ട് ഇല വരാനും ചെടികളുടെ ആരോഗ്യത്തിനും പിന്നെ പൂക്കൾ ഉണ്ടാകാനും ഒക്കെ സഹായിക്കുന്ന ഒരു പെർഫെക്റ്റ് മിക്സാണ് NPK. ഞാൻ എടുത്തിരിക്കുന്നത് NPK 19 ആണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇതിന് ഫോളിയാർ സ്പ്രേ ആയിട്ട് കൊടുക്കേണ്ട പരിപാടിയാണ്. ചുവട്ടിൽ ഓൾറെഡി നമ്മൾ ജൈവവളങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോളിയാർ സ്പ്രേ എന്ന് പറയുമ്പോൾ ചുവട്ടിൽ കൊടുക്കുന്നതിനേക്കാളും ക്യുക്കായിട്ട് ആക്ഷൻ നടക്കും. നമുക്കറിയാം പെട്ടെന്ന് അബ്സോർബ് ചെയ്യും ലീഫിൽ കൂടെയും സ്റ്റെമ്മിലൂടെയൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഫോളിയാർ സ്പ്രേ എന്ന് പറഞ്ഞാൽ 2 ഗ്രാം
ഇത് NPK 19-19-19 എൻ്റെ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ അലിയിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട പരിപാടി കേട്ടോ. അപ്പോൾ ഇരുന്ന് തന്നെ കാണിക്കുന്നത്, ഞാൻ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല, അതുകൊണ്ടാട്ടോ. ഇങ്ങനെ എല്ലാത്തിൻ്റെയും ഇലകളിലും സ്റ്റെമ്മിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ കട്ട് ചെയ്യാനുണ്ട് കേട്ടോ. എപ്പോഴും ഫോളിയർ സ്പ്രേ ചെയ്യുമ്പോൾ പറ്റിയാൽ ഇലയുടെ അടിയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ നിന്ന് മാറ്റേണ്ട പരിപാടിയിലാണ്. ഇന്നെന്തായാലും മാറ്റുന്നില്ല. അപ്പോൾ ഈവനിങ്ങാണ് ഞാൻ ഫോളിയർ സ്പ്രേ കൊടുക്കുന്നത്. ഇന്നൊരു ദിവസം ഇടുന്നതിന് ശേഷം നാളെ ഞാൻ പുറത്ത് ഒരു പ്രത്യേക സ്ഥലത്തേക്ക് കൊണ്ടുപോയിക്കേണ്ട പരിപാടിയാണ്. എന്തായാലും ഇതിൻ്റെ അടുത്ത അപ്ഡേറ്റ് കാണുമ്പോൾ നമുക്ക് ഇതിനെ പുറത്ത് കാണാം. ഓക്കെ, ഹലോ, വെൽക്കം ബാക്ക്. ഇത് നമ്മുടെ ബൊഗൈൻവില്ലയുടെ ലാസ്റ്റ് അപ്ഡേറ്റ് കണ്ടിട്ടിപ്പോൾ 20 ദിവസമായിട്ടോ. 20 ദിവസം കഴിയുമ്പോൾ ഉള്ള അവസ്ഥയാണ്. എൻ്റെ ചെടികളൊക്കെ വളരെ ഭംഗിയായിട്ട് പോകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇത് ഞാൻ ഏറ്റവും മുതൽ നോക്കിക്കേ. ആക്ച്വലി ഞാൻ ഇവിടെ വയ്ക്കാനല്ല പ്ലാൻ ചെയ്യുന്നത്, വേറൊരു സ്ഥലത്തേക്കാണ് പ്ലാൻ ചെയ്യുന്നത്. തൽക്കാലം നല്ല വെയിൽ കൊള്ളാൻ വേണ്ടി കൊണ്ട് വെച്ചത് കേട്ടോ. അപ്പുറത്തെ പറമ്പിൻ്റെ വൃത്തിയൊക്കെ കണ്ടോ, അത് നോക്കണ്ട എന്തായാലും. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഇത് എല്ലാം നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. ഒരെണ്ണം പോലും പ്രശ്നമായിട്ടില്ല. കണ്ടോ കണ്ടോ, ഇതിൻ്റെ ഒരു വൈറ്റ് ബ്രാഞ്ച് വരുന്നുണ്ട്. ശരിക്കും പൂക്കളുടെ ഭംഗി അതുണ്ട് കേട്ടോ. യെസ്, ഇത് കണ്ടോ എന്ത് ബുഷിയാന്ന് കണ്ടോ. ഇങ്ങോട്ട് നോക്കിയാലും ഇത് എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. യെസ്. അപ്പോൾ ഈ സൈഡിൽ ഒരു 15 ചെടിയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ബാക്കി ഇത് ആ സൈഡിൽ ഇരിപ്പുണ്ട് കണ്ടല്ലോ. ഒരു 13 ചെടി അവിടെ ഇരിക്കുന്നത് ആ മതിലിൽ. അപ്പോൾ എല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ പറഞ്ഞില്ല, ഒരു പ്രാവശ്യം നമ്മൾ സോഫ്റ്റ് പ്രൂൺ ചെയ്ത് കൊടുത്തതാണ്. ആ സോഫ്റ്റ് പ്രൂൺ ചെയ്ത റിസൾട്ട് ഞാൻ കാണിച്ചു തരാൻ വന്നോ. ഇതേ കണ്ടോ, ആ പ്രൂൺ ചെയ്ത ഭാഗത്തൊക്കെ വേറെ ചെറിയ ചെറിയ ബ്രാഞ്ചസ് വന്നൊന്ന് ബുഷ് ആവാനുള്ളൊരു പരിപാടിയാണ്. ഇതിൽ കണ്ടോ, ഇതിൽ സോഫ്റ്റ് പ്രൂൺ ചെയ്തതാണ്. കണ്ടോ കുറേ കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചസ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന 2 കാര്യങ്ങളാണ്. ഇതിന് ഒന്നും കൂടെ ഒരു സോഫ്റ്റ് പ്രൂണിങ് ചെയ്ത് കൊടുക്കണം, അല്ലാതെ ഒരു വളവും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇതിന് വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ NPK സ്പ്രേ കൊടുത്തത് കാരണമാണ് ഇലകളൊക്കെ എത്ര ഭംഗിയായിട്ട് നിൽക്കുന്നത്. കണ്ടല്ലോ, നല്ല ബുഷിയായിട്ട് നല്ല ഗ്രീൻ കളറിൽ ഇലകൾ വന്നിട്ടുണ്ട്. കാരണം അതിലൊരുപാട് നൈട്രജൻ ഉണ്ട്. ഇന്ന് നമ്മൾ കൊടുക്കാൻ പോകുന്ന വളം എന്താണെന്ന് ചോദിച്ചാൽ ഇത് കുറച്ച് DAP ആണ് കേട്ടോ. DAP ഇങ്ങനെ ഗ്രാനുൾസാണ് കിട്ടുക. DAP എന്ന് പറഞ്ഞാൽ ഡൈ അമോണിയം ഫോസ്ഫേറ്റ്. ഇതിൽ നൈട്രജനും ഫോസ്ഫറസും ഉള്ളത്, പൊട്ടാസ്യം ഉണ്ടാവില്ല. ഈ ഫോസ്ഫറസ് കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ ചെടിയുടെ വേരും ഇതിൻ്റെ സ്റ്റെമ്മും ഒക്കെ ഒന്ന് ഹെൽത്തി ആയിട്ട് വരണം, കുറച്ച് രോഗപ്രതിരോധ ശേഷി നേടിയെടുക്കണം. അപ്പോൾ ഇതിനും 3നും സഹായിക്കുന്ന ഘടകമാണ് ഫോസ്ഫറസ്. അപ്പോൾ അഫ്കോഴ്സ് കുറച്ച് നൈട്രജൻ കൂടി ഉണ്ടാവും. അപ്പോൾ ഒന്നും കൂടെ ബുഷിയായിട്ട് പ്ലാന്റ്സ് വരാനും സഹായിക്കും. അപ്പോൾ ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ ചിലതിലൊക്കെ പൂക്കളുടെയൊക്കെ ലക്ഷണം കണ്ടു തുടങ്ങി. കണ്ടോ, ഇത് കണ്ടോ, മുട്ടുവന്ന് കണ്ടോ. അപ്പോൾ ഇത്തരം ചെടികളിൽ പൂക്കളൊന്ന് സ്ട്രോങ് ആയിട്ട് വരാനും ഫോസ്ഫറസ് സഹായിക്കും. അപ്പോൾ ഇതിൽ വളരെ കുറച്ച് വീതം ഓരോന്നിനും കൊടുക്കേണ്ട പരിപാടിയാണ്. അപ്പോൾ എന്തായാലും സോഫ്റ്റ് പ്രൂൺ ചെയ്യുന്ന വിധം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചായിരുന്നു, അത് ഞാൻ ചെയ്തോളാം. അപ്പോൾ അതിനു മുമ്പായിട്ട് ഈ വളം ഒന്നിട്ട് കാണിക്കാൻ ഞാൻ. അപ്പം ഈ DAP ഇടുന്നതിന് മുമ്പായിട്ട് ആദ്യം ഇതിൻ്റെ ചുവടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഞാൻ കേട്ടോ. എന്നിട്ട് ഇതിൽ ഏകദേശം ഒരു ചെറിയ സ്പൂൺ കേട്ടോ DAP ഇങ്ങനെ ചുറ്റിട്ട് കൊടുക്കാം. ഇട്ടിട്ട് ഇതൊന്ന് മണ്ണുമായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്നുകൂടെ ഇട്ട് കാണിക്കാം, മേളിലിടാം കേട്ടോ. ചെറിയൊരു ബാലൻസിൻ്റെ പ്രശ്നമുണ്ട്, വീണ് പോകേണ്ട സാധ്യത ഉണ്ട് കേട്ടോ. എന്നാലും ഇവിടെ നിന്ന് ഞാൻ മാറ്റും താമസിയാതെ. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന കാരണം അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്നുണ്ട് കേട്ടോ. ഇടുമ്പോൾ ഈ ചവിട്ടിൽ നിന്നൊന്നും മാറ്റിയിട്ട് കൊടുക്കണം കേട്ടോ, ചൂട് ചേർന്ന് പോകണ്ട. അപ്പോൾ ഇതുപോലെ എല്ലാത്തിലും DAP ഇട്ട് കൊടുക്കേണ്ട പരിപാടിയാണ്. അതിനുശേഷം ഈ വലിയ വലിയ ബ്രാഞ്ചസൊക്കെ ഒന്ന് സോഫ്റ്റ് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ കാണുമ്പോൾ മിക്കവാറൊക്കെ പൂക്കൾ വന്നു തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇതിൻ്റെ നനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിപ്പം വെയിലുള്ള ദിവസങ്ങളിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് നനച്ചു കൊടുക്കുന്നത്. മഴയുണ്ടെങ്കിൽ അത് കണക്കാക്കിയിട്ട് വളരെ കുറച്ച് മാത്രമേ വെള്ളം കൊടുക്കുന്നുള്ളൂ. കാരണം എല്ലാവരും പറയുന്നു ബൊഗൈനിൽ നന്നായിട്ട് പൂക്കണമെങ്കിൽ വെള്ളം ഒരുപാട് കൊടുക്കാൻ പാടില്ല, വെള്ളം കൊടുക്കാതെ വളർത്തിയാലേ പൂക്കുള്ളൂ എന്ന്. എന്തായാലും നമുക്ക് നോക്കാം, അടുത്ത അപ്ഡേറ്റ്സായിട്ട് വീണ്ടും കാണാം കേട്ടോ. കണ്ടല്ലോ, അപ്പോൾ അത്രയും കഴിഞ്ഞതിന് ശേഷം എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുമായിരുന്നു. മോനും വൈഫും കൂടെ ഇടയ്ക്കിടെ ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുമായിരുന്നു. അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറൊരു വളവും ചെയ്തിട്ടില്ല. ഞാൻ ഇടയ്ക്ക് ഒരു ഫ്ലവറിങ് മിക്സറോട് കൊടുക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നു, നടന്നില്ല. ചെറിയൊരു പ്രൂണിങ് കൂടെ പ്ലാൻ ചെയ്തിരുന്നു, അത് നടന്നില്ല. എന്നാലും നല്ല റിസൾട്ടാണ്. അപ്പോൾ എൻ്റെ ചെടികൾ ഓരോന്നായിട്ട് ഞാൻ അടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ പറയാം, ഞാൻ ബൊഗൈൻവില്ലയിൽ പുതിയ ആളാണ്. അപ്പോൾ ഇതിൻ്റെ
പലതിൻ്റെയും പേര് എനിക്കറിയില്ല. കുറച്ചെണ്ണത്തിൻ്റെ പേരൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് വാങ്ങിയ സമയത്ത്. പുതിയ പുതിയ വെറൈറ്റീസ് കുറേ വന്നിട്ടുണ്ട്. അത്രയും ലേറ്റസ്റ്റ് വെറൈറ്റീസ് എൻ്റെ കയ്യിലില്ല. എന്നാലും ഉള്ള വെറൈറ്റീസ് ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഏതെങ്കിലും ഐറ്റംസിൻ്റെ പേര് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ഇത് ഇങ്ങേറ്റം നോക്കുകയാണെങ്കിൽ ഇതൊരു ലൈറ്റ് പിങ്ക് ആയിട്ടുള്ള സാധനമാണ്. ഞാൻ ജസ്റ്റ് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അതിലേക്ക് കറക്റ്റ് കാണാൻ പറ്റുള്ളൂ. കണ്ടോ, ഇതെന്താ അതിൻ്റെ പേരെന്ന് എനിക്കറിയില്ല. നല്ല രസമുള്ളൊരു കളറാട്ടോ. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റും കൂടിയാണത്. എല്ലാം ഞാൻ എടുക്കുന്നില്ല, ചിലതൊക്കെ എടുത്ത് കാണിച്ചു തരാം. ഇതൊരു വയലറ്റ് വെറൈറ്റിയാണ്. കണ്ടോ, ഇതാദ്യം ഞാൻ വാങ്ങിയ കുറച്ച് നാടൻ വെറൈറ്റീസിൻ്റെ കൂടെയാണ്. ഇതിൻ്റെയും പേരെനിക്കറിയില്ല. കുറേ പൂക്കളുണ്ട്. ഇത് ഈവൻ എപ്പോഴും എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നൊരു സാധനമാണ്. ഇത് റൂബി റെഡാണോ ചില്ലി റെഡാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നിയത് ചില്ലി റെഡാണെന്നാണ്. കണ്ടോ, ഇത് മൊത്തത്തിൽ പൂക്കൾ വിരിഞ്ഞതുകൊണ്ട് ചില പൂക്കൾ ഇങ്ങനെ വിരിയാതെ നിൽക്കുന്നുമുണ്ട്. അറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ഇതൊരെണ്ണം. പിന്നെ ഇത് നമ്മുടെ നാടൻ വെറൈറ്റിയാണ്. എൻ്റെ ഭംഗി കണ്ട് ഞാൻ വാങ്ങിയതാണ്. കണ്ടോ, ഇതാ എൻ്റെ അവസ്ഥ. ഇതൊരു അടിപൊളി സാധനമാണ്. അങ്ങോട്ട് മാറ്റി കെട്ടട്ടാ. ഇത് അത്യാവശ്യം ബാലൻസ് പോകണമെങ്കിൽ പിടിക്കാനാണ് കൊണ്ടുവച്ചിരിക്കുന്ന കേട്ടോ. എന്തായാലും നിങ്ങളെ കാണിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം എനിക്ക്. ഇത് കണ്ടോ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ട ഗ്രീൻ ആപ്പിൾ വൈറ്റ് എന്നാണ് പറയുക അതിന്. ഗ്രീൻ ആപ്പിൾ അടിപൊളിയല്ലേ. ഇതിൻ്റെ പേര് ഫയർ ഒപ്പൽ ഓറഞ്ച് എന്നാണ് കേട്ടോ. ഞാൻ എടുത്ത് കാണിക്കാവേ. കണ്ടോ, അടിപൊളിയല്ല. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇത് നമ്മുടെ പ്ലെയിൻ വൈറ്റ് അങ്ങനെ പറഞ്ഞെന്ന് തോന്നുന്നു. കണ്ടോ, അയ്യോ, ഞാനും ഇതിൻ്റെ ഭംഗിയൊക്കെ ശരിക്കും ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ. അടിപൊളിയായിട്ടുണ്ടല്ലേ. ഇതെനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു സാധനമാണ്. ഞാൻ പൂവ് അടുത്ത് കാണിക്കാം. ഞാനത് വാങ്ങിയപ്പോൾ അവർ പറഞ്ഞ പേര് അർജുന എന്നാണ്. പക്ഷെ ഞാനൊരു ഷോർട്ട്സ് ഇട്ടപ്പോൾ പലരും പറഞ്ഞത് ക്രിസ്റ്റീന എന്നാണ് പേര്. അടുത്ത് നോക്കിയേ, ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ഒരു ഷോർട്ട്സ് വീഡിയോ ഞാൻ ഇട്ടായിരുന്നു. അപ്പോൾ അത് കണ്ടവർ ഇതിൻ്റെ പേര് ക്രിസ്റ്റീന എന്നാണ് പറഞ്ഞു. ചെറിയൊരു ചെടിയായിരുന്നു, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു 2 കളറ് ഗ്രാഫ്റ്റ് ചെയ്തതാണ്. കണ്ടോ, ഇന്നലെ വൈറ്റ് ഉണ്ട്, പ്ലെയിൻ വൈറ്റ് ആണെന്ന് തോന്നുന്നു. ഇതൊരു ഓറഞ്ച്. പൂ എടുത്ത് കാണിച്ചാൽ മതി. അതിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ. ഓറഞ്ചിൻ്റെയും പിങ്കിൻ്റെ ഒരു മിക്സാണ് കേട്ടോ. കറക്റ്റ് പേരെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. ഇനി ചില്ലിയോ ഓറഞ്ചോ അങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അതിൻ്റെ കൂടെ ഒരു ബ്രാഞ്ചിൽ വൈറ്റ് ആണേ. അത് നമ്മുടെയൊക്കെ വളരെ കോമൺ ആയിട്ടുള്ളൊരു ബൊഗൈൻ വില്ലയാണ്. ഒരുപാട് പൂവുണ്ട്, നല്ല രസമാണ് കേട്ടോ. ഈ നാടൻ ഐറ്റംസ് എപ്പോഴും ഭയങ്കര ഭംഗി തന്നെയാണ്. അതിൻ്റെ പേരറിയില്ല. ഇതേ നമ്മുടെ ഫോർമോസോ പിങ്ക് അടിപൊളിയാണ്. ഇതൊക്കെ വാങ്ങിയപ്പോൾ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നേ, കണ്ടു നോക്കണമായിരുന്നു കൂടെ. നന്നായിട്ട് നിൽക്കുകയാണ്, നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഇതും എനിക്ക് പേരറിയില്ലേ, നല്ലൊരു വെറൈറ്റിയാണ്. നേരത്തെ കാണിച്ച സെയിം ആട്ടോ ഇത്. ആ ഓറഞ്ചും പിങ്കും കൂടി ചേർന്നൊരു കളറ്. അടുത്ത് നോക്കിക്കുക എൻ്റെ പൂവ്. കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി ഇത് ഒരു യെല്ലോ ആണേ. ഇത് അടുത്ത് ഞാൻ കാണിച്ചു തരാം. ഹെവിയാ, ചില്ലി യെല്ലോ ആണെന്ന് തോന്നുന്നു. ഇതായിരിക്കും പറഞ്ഞു കേട്ടുള്ള അറിവുകൾ കേട്ടോ. ഇതെൻ്റെ പൂവ്. അപ്പം ഇത്രയാണ് ഈ വശത്തും അതിൽ വെച്ചിരിക്കുന്നത്. ഇനി അപ്പുറത്ത് ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട്. അധികവും നാടൻ വെറൈറ്റീസാണ്. അവിടെ കൂടെ പോയി നമുക്ക് കാണാം കേട്ടോ. ഇതെവിടെയാണ് നമ്മുടെ നാടൻ വെറൈറ്റീസ്. നാടൻ എന്ന് പറയാൻ പറ്റില്ല, കുറേ മിക്സാണ്. അപ്പോൾ അങ്ങനത്തെ ഉള്ളതൊക്കെ ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലൊക്കെ എനിക്കിത് മൾട്ടിഗ്രാഫ് ചെയ്യേണ്ട പരിപാടിയുണ്ട് പലതിലും, അതുകൊണ്ട് ഇങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുന്നു കേട്ടോ. ഇത് ഇങ്ങേറ്റത്തുനിന്ന് കാണിച്ചു തരാം. കുറച്ച് വെറൈറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ആദ്യം കളക്ട് ചെയ്യുമ്പോൾ നാടൻ വെറൈറ്റീസിനാണ് മുൻഗണന കൊടുത്തിരുന്നത്. നമ്മുടെ വളരെ കോമൺ ആയിട്ടുള്ള, പക്ഷെ അതിൻ്റെ ഭംഗിയൊന്നും വേറെ തന്നെയാണ് കേട്ടോ. കുറേ പൂക്കുമ്പോൾ അല്ലെങ്കിൽ എനിക്കൊന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഇതെന്ത് വെറൈറ്റി എനിക്കറിയില്ല. വെറൈറ്റി വാങ്ങിയതാണ്. ഇതാണ് ഇനി സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്ന് എനിക്കറിയില്ല. ആരോ പറഞ്ഞു ഇങ്ങനെ വിടരാതെ നിൽക്കുന്ന പൂ സ്ലീപ്പിംഗ് ബ്യൂട്ടി ആണെന്ന് പറഞ്ഞു കേട്ടോ. അറിയാമെന്നുള്ളവർ. ഇത് രണ്ടാമത്തെ. ഇത് നമ്മുടെ ഇതും കൺഫ്യൂഷനാണ്. ഈ റൂബി റെഡും പിന്നെ ചില്ലി റെഡും തിരിച്ചറിയില്ല. ഇതിന് റൂബി റെഡാണോ ചില്ലി റെഡാണോ അറിയുന്നവർ പറയണേ. ഇതും വളരെ കോമൺ ആയിട്ടുള്ള വെറൈറ്റിയാണ്. പക്ഷേ പൂക്കൾ വരുമ്പോൾ ഇത് ഞാൻ കുറച്ചും കൂടെ, ഞാൻ ലാസ്റ്റ് ഒരു കട്ടിങ്ങിൻ്റെ പ്രശ്നമുണ്ട്. ഒരു ഒന്നിക്കാൻ പ്രൂൺ ചെയ്ത് കൊടുത്തെങ്കിൽ കുറച്ചും കൂടെ വ്യത്യസ്തമായ എൻ്റെ ലുക്ക് കിട്ടോ. അത് ചെയ്യാൻ പറ്റിയില്ല എനിക്ക്. ഇതും ഒരു ചെറിയ ടൈപ്പ് പൂക്കളുള്ള ഓറഞ്ച് എനിക്ക് ഓർമ്മയുണ്ട് വാങ്ങുമ്പോൾ. ഇതാണ് ഞാനൊരിക്കൽ ഫുൾ വൈറ്റ് ഒരു ബ്രാഞ്ച് വന്നു എന്നൊക്കെ പറഞ്ഞില്ലേ. ഒരു
ഷോർട്സ് ചെയ്തായിരുന്നു. അതിൽ നല്ല പൂക്കൾ വന്നപ്പോൾ നല്ല രസമായിരുന്നു. ഇലയെല്ലാം കൊഴിഞ്ഞു പോയി കേട്ടോ. ഇതും വേറൊരു വെറൈറ്റിയാണ്. കണ്ടോ, ഇതിൽ പല പല കളേഴ്സ് ഉണ്ട്. ഓറഞ്ച് ഉണ്ട്, പിങ്ക് ഉണ്ട്, വയലറ്റ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, എല്ലാം കൂടെ ചേർന്നാണ് വരുന്നത് അതിനകത്ത്. ഇത് നമ്മൾ നേരത്തെ കാണിച്ച ആ യെല്ലോ വെറൈറ്റി തന്നെയാണ്. ഞാൻ അധികമുള്ളിലൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത് വേറെ പിടിപ്പിക്കാനുള്ള പരിപാടിയാണേ. ഞാൻ പലയിടത്തുനിന്നായിട്ട് കളക്ട് ചെയ്ത കാരണം ചിലതൊക്കെ റിപ്പീറ്റ് ആയിട്ടുണ്ട്. ഇത് പക്ഷേ ഗ്രാഫ്റ്റ് ചെയ്തത് വാങ്ങിയതാണ്. വേറെ കളറൊന്നും വന്നിട്ടില്ല, വൈറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. കണ്ടോ, ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഒരു ഡിഫറൻറ്റ് കളറാണ് കാണുന്നുണ്ടോ. വൈറ്റ് ആണെങ്കിലും ചെറിയൊരു പിങ്ക് ഷെയ്ഡിനകത്ത് കാണുന്നുണ്ടേ. അതിൻ്റെ പൂക്കളും ഡിഫറെൻ്റാണ്. കണ്ടോ, അത്രയും കാര്യമായിട്ട് പൂത്തിട്ടില്ല. ഒരു വെറൈറ്റി പിങ്ക് ആട്ടോ. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഞാൻ ഓർത്ത് വെച്ചിരുന്നതാ. കുറേ പൂക്കളുണ്ട്, പക്ഷെ എല്ലാം വലുതായിട്ട് നിൽക്കുക. ഇതെല്ലാം പ്രൂണിങ്ങിൻ്റെ പ്രശ്നം പറ്റിയതാട്ടോ. അടുത്തതും ഒരു ഡിഫറെൻറ്റ് കളറാണ്. കണ്ടോ, ഒരു ഡിഫറെൻറ്റ് പിങ്കാണ്. സാധാരണ കോമൺ കാണുന്നതും കുറച്ച് വ്യത്യസ്തമായിട്ട്. ഇതിൻ്റെ പേര് സിംഗപ്പൂർ പിങ്ക് ആണെന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. എല്ലാം നിങ്ങളോട് ഏൽപ്പിച്ചിരിക്കുകയാണ്, അറിയാവുന്നവർ തിരുത്തിയേക്കണേ. സിംഗപ്പൂർ പിങ്ക്. ഇത് റൂബി റെഡാണ് എന്നാണ് പറഞ്ഞത്. എനിക്ക് വേണമെങ്കിൽ ഞാൻ പിന്നെയും കൺഫ്യൂഷൻ. ഇത് ചെടി അത്ര സുഖമില്ലാത്തതുകൊണ്ട് വേറെ ഞാൻ വീണ്ടും വാങ്ങിയത്. ഇപ്പോൾ 2-3 ഐസാണ് കേട്ടോ. ഈ ഒരു പിങ്ക് കണ്ടോ, പിങ്ക് അല്ല, എന്താ പറയുക, പീച്ച് മൂന്നാ പറഞ്ഞത് കേട്ടോ. പീച്ച് കളറിലുള്ള പൂക്കളാണ്. അതിൻ്റെയും പേരറിയില്ല, കുറച്ചേ വന്നിട്ടുള്ളൂ. ഇത് നമ്മുടെ നാടൻ വെറൈറ്റി തന്നെയാണ്. ഒരു ചെറിയ പൂക്കളാണ്, നാടൻ പോലത്തെ ചെറിയ പൂ. പക്ഷേ ഇതും ഗ്രാഫ്റ്റ് ചെയ്തത് വാങ്ങിയതാണ്, എല്ലാം പൂത്തിട്ടില്ല. ഇത് സാധാ വൈറ്റ്. അപ്പോൾ ഈ മുറ്റത്തിൻ്റെ വൃത്തികേടുകൊണ്ട് ആരും പേടിക്കേണ്ട കേട്ടോ. ഞാനിത് മൊത്തം ഒന്ന് മാറ്റാൻ വേണ്ടി, മൊത്തം ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ലോണൊക്കെ മാറ്റിയിട്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് സുഖമില്ലാണ്ടായത്. പിന്നെ അങ്ങനെ തന്നെ കടന്നുപോയി, ശരിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേ ശരിക്കും പറഞ്ഞാൽ ഒരു അഡീനിയം പ്രേമിയായിരുന്നു എനിക്ക്. ഇതിനോടുള്ള ക്രേസ് ഒന്ന് കൂടി വന്നു കേട്ടോ. കുറേ ലേറ്റസ്റ്റ് വെറൈറ്റീസ് വന്നിട്ടുണ്ട്, അതൊക്കെ നമുക്ക് വാങ്ങാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പറയാം, എൻ്റെ അടീനെ നോക്കിയാൽ വീട്ടിൻ്റെ മേളിൽ നോക്കിയാൽ കാണാം. സ്റ്റെപ്പ് കയറാൻ പറ്റാത്തതുകൊണ്ട് ഇതുവരെ ഞാൻ അങ്ങോട്ട് മേളിൽ നോക്കിയില്ല. കുറച്ച് പൂക്കളൊക്കെ നിൽപ്പുണ്ട്. എന്തായാലും അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ ബൊഗൈൻവില്ല കളക്ഷനും അഡീനിയം കളക്ഷനെ പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുന്നതിന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.